നമസ്കാരം. ശാസ്ത്രത്തിന് പിന്നാലെ പോകുന്ന നമ്മുടെ സമൂഹത്തിൽ മാനസികമായി ഒരു വികാരങ്ങളുമില്ലാത്ത, ഒരു പരിഗണനയും നൽകാത്ത കുറച്ച് ആളുകളുണ്ടെന്ന് തന്നെ വേണം പറയാൻ. പണമായാലും പ്രണയമായാലും പ്രതികാരം ജനിച്ചാൽ പിന്നെ വെട്ടലായി, കുത്തലായി, കൊലപാതകമായി. അത് അച്ഛനായാലും പെറ്റമ്മയായാലും സഹോദരങ്ങളായാലും മക്കളായാലും പ്രത്യേകിച്ച് ഇളവുകളൊന്നുമില്ല. ഇന്നലെ രാത്രി സമൂഹം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ആ അരുംകൊലയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംഭവം ഉൾക്കൊള്ളാനാവാതെ നിൽക്കുകയാണ് നാട്ടുകാരടക്കം. 6 മണിക്കൂർ കൊണ്ട് അഫാൻ 5 പേരെയാണ് ക്രൂരമായി കൊന്നത്. ഉച്ചയ്ക്കാണ് മുത്തശ്ശിയെ കൊന്നതെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇത് വ്യക്തമാകും. വെഞ്ഞാറമൂട് പേരുമല സൽമാസിൽ അഫാനാണ് മുത്തശ്ശി, ഇളയ സഹോദരൻ, പിതാവിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, പെൺ സുഹൃത്ത് എന്നിവരെ 3 വീടുകളിലെത്തി കൊലപ്പെടുത്തിയത്. മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസം. വൈകിട്ടോടെ മകൾ എത്തിയപ്പോഴാണ് മരണം അറിയുന്നത്. തലയിടിച്ച് വീണു മരിച്ചുവെന്നാണ് ഏവരും ആദ്യം കരുതിയത്. ഈ മരണം അറിയിക്കാൻ ഉമ്മയുടെ മകനെ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. ഇതോടെ അന്വേഷിച്ചെത്തിയവർ 5:30 അവിടെ നടന്ന ക്രൂര കൊലയെക്കുറിച്ച് അറിഞ്ഞു. ഇതും പോലീസിന് മുന്നിലെത്തി. ഇതിനുശേഷമായിരുന്നു വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയുള്ള അഫാന്റെ കുറ്റസമ്മതം. ഇതോടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു. ഇതോടെ ചിത്രം വ്യക്തമായി. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ മാതാവ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വെഞ്ഞാറമൂട് പേരുമലയിൽ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് 3 പേരെയും കണ്ടെത്തിയത്. ഇതിൽ 9ാം ക്ലാസ്സുകാരൻ അഫാന്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടക്കുന്നത്. ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത്. മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടത്. അമ്മയെയും ഫർസാനെയും കൊന്ന ശേഷമാണ് കുഞ്ഞനുജനെ വകവരുത്തിയതെന്നാണ് സൂചന. ബൈക്കിൽ ചുറ്റികയുമായി അഫാൻ സഞ്ചരിക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ചികിത്സയിലുള്ള അഫാന്റെ അമ്മയുടെ മൊഴി പോലീസ് കഴിയുന്നതും വേഗം രേഖപ്പെടുത്തും. ഇതിലൂടെ സത്യം വ്യക്തമാകുമെന്നാണ് സൂചന. ലഹരിയുടെ അതിപ്രസരത്തിലാണ് കൊലയെന്നാണ് നിഗമനം. സാമൂഹിക ബന്ധമില്ലാത്ത, പ്രശ്നക്കാരനല്ലാത്ത പയ്യനാണെന്നാണ് നാട്ടുകാര് പറയുന്നത്. അഫാൻ കൊലപ്പെടുത്തിയ പെൺ സുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അഞ്ചലിൽ PGക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത്. പഠനത്തിന് ശേഷമാകാം അഫാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതാനും ദിവസം മുമ്പ് അഫാന്റെ വീടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നുണ്ട്. വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫാൻ ഫർസാനയുമായി വീട്ടിലെത്തിയതെന്നാണ് കരുതുന്നത്. ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റ് തല പൊട്ടിപ്പൊളിഞ്ഞിട്ടും നിലവിളി പോലും പുറത്തു വന്നില്ല. 3 വീടുകളിലെയും സമീപത്തായി നിരവധി വീടുകളാണുള്ളത്. എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ പോലും അറിയുന്നത്.